മാർത്താണ്ഡത്തെ നഴ്സിംഗ് കോളേജ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ചാടി ആത്മഹത്യാ ശ്രമം നടത്തിയ വിദ്യാർത്ഥിനി മരിച്ചു. നെയ്യാറ്റിൻകര കത്തിപ്പാറ സ്വദേശിനി അൻസിജിയാണ് മരിച്ചത്. നഴ്സിംഗ് 3ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു. 21 വയസ്സായിരുന്നു. കോളേജിലെ അധ്യാപകരിൽ നിന്നുള്ള മാനസിക പീഡനമാണ് ആത്മഹത്യാ ശ്രമത്തിന് പിന്നിലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അൻസിജിയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കോളേജ് പ്രിൻസിപ്പലിനും മാനേജ്മെന്റിനുമെതിരെ നടപടി ആവശ്യപ്പെട്ട് രക്ഷിതാക്കൾ കരിങ്കൽ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അരുൺ മോഹൻ ചേരുന്നുണ്ട്. അരുൺ, വളരെ ഗുരുതരമായ ആക്ഷേപമാണ്. നമുക്ക് മുൻപും സംസ്ഥാനത്ത് ഇത്തരം സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. ഇത് തമിഴ്നാട്ടിലെ ഏത് കോളേജിലായിരുന്നു ഈ കുട്ടി പഠിച്ചിരുന്നത്? എന്താണ് ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ? ഇത് കേരള പോലീസ് ഈ വിഷയത്തിൽ കേസെടുക്കുകയോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ? സൂചിപ്പിച്ചതുപോലെ അന്യസംസ്ഥാനത്ത് പഠിക്കുന്ന കുട്ടികളുടെ സുരക്ഷിതരല്ല എന്ന് പറയുന്ന ചില ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. ഈ മാർത്താണ്ഡത്തെ കരിങ്കൽ പ്രവർത്തിക്കുന്ന ബദലഹേം എന്നുള്ള നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു ഈ മരണത്തിന് കീഴടങ്ങിയത്. കത്തിപ്പാറ സ്വദേശിയായ അൻസിജി, പാറശാലയ്ക്കടുത്ത് കത്തിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള അൻസിജി എന്ന 21-കാരിയാണ് കഴിഞ്ഞ ദിവസം കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടുന്നത്, ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നത്. തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ നെയ്യാറ്റിൻകരയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്നു. അവിടെ നിന്നും തിരുവനന്തപുരത്ത് മറ്റൊരു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് പുലർച്ചെയോടെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു എന്നുള്ളതാണ് അറിയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഈ കുട്ടിയും കുറച്ച് കൂട്ടുകാരും ഈ കോളേജിലെ ഹോസ്റ്റലിലായിരുന്നു നിന്ന് പഠിച്ചിരുന്നത്. അടുത്തിടെ ഈ ഹോസ്റ്റലിലെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ചില ആരോപണങ്ങൾ ഉയർന്നു വരികയും ഇതിൽ സമരം നടത്തുകയും ചെയ്തിരുന്നതായി നമുക്ക് മനസ്സിലാക്കുന്നു. ഈ സമരത്തെ തുടർന്ന് ഈ കുട്ടി മറ്റു കുട്ടികളെയും കോളേജ് ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയെങ്കിലും ഇവർ പുറത്തു നിന്ന് പഠിച്ചു വന്നിരുന്നെങ്കിലും കോളേജ് അധികൃതരുമായി നല്ല രസത്തിലല്ലായിരുന്നു എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. കുട്ടിയെ പലപ്പോഴായി പല കാര്യങ്ങൾ പറഞ്ഞ് ടോർച്ചർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെന്ന് കുട്ടിയുടെ അച്ഛൻ തന്നെ നമ്മളോട് പങ്കുവച്ചിരുന്നു. കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു സംഭവം ഉണ്ടായി. തുടർന്നാണ് മനോവിഷമത്തിലാണ് കുട്ടി ജീവനൊടുക്കാൻ ശ്രമിച്ചതും ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയതും എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. ഇതിൽ അന്വേഷണം വേണമെന്ന് ആരോപിച്ചുകൊണ്ട് കുടുംബം കരിങ്കൽ പോലീസിനെ സമീപിച്ചിരുന്നു. മാർത്താണ്ഡത്തെ എന്ന സമീപത്തുള്ള കരിങ്കൽ പോലീസിനെ സമീപിച്ച് പോലീസ് കേസെടുത്തപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകാനുള്ള ശ്രമത്തിലാണ് കുടുംബം. ഈ വിഷയവുമായി മുഖ്യമന്ത്രി ഇടപെടണമെന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടും കുടുംബം മുന്നോട്ട് വരുന്നുണ്ട്. അതേസമയം കുട്ടിയുടെ ദേഹ പരിശോധിക്കുക മാത്രമാണ് ചെയ്തത് എന്നുള്ളത് മാത്രമാണ് ഈ കോളേജ് അധികൃതരുടെ ഭാഗത്തെന്ന് പറയുന്നത്. പക്ഷെ അതൊരു തൃപ്തികരമായി കുടുംബം അത് അംഗീകരിക്കുന്നില്ല. എന്തായാലും കുട്ടി മരണത്തിന് കീഴടങ്ങിയുള്ളത് ദാരുണമായ ഒരു സംഭവമാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. തുടർന്ന് കത്തിപ്പാറയിലെ പൊതുദർശനത്തിന് വയ്ക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വളരെ വിഷമകരമായ ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. അരുൺ, ഈ കുടുംബത്തിനോട് കുട്ടി ഈ കോളേജിലെ പ്രശ്നങ്ങൾ നേരത്തെ പങ്കുവച്ചിരുന്നോ? അതുകൊണ്ടാണോ കുട്ടിയുടെ മരണത്തിന് ശേഷം ഈ കോളേജ് അധികൃതരുടെ ഒരു വീഴ്ച കുടുംബം ഉന്നയിക്കുന്നതിന് കാരണം? ഇത് സംബന്ധിച്ച് തമിഴ്നാട്ടിലാണ് അന്വേഷണങ്ങൾ നടക്കേണ്ടത്. ഇവർ കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ അങ്ങനെ നടക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ തമിഴ്നാട് സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ വേണ്ടി വരുമല്ലോ. തീർച്ചയായും അങ്ങനെ തന്നെ വേണം. പക്ഷെ ഇതൊരു സാധാരണ കുടുംബമാണ്. അവർ ഈ പറയുന്ന ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് കുട്ടി മരണത്തിന് കീഴടങ്ങിയ ഒരു ആശങ്കയിൽ പകച്ചു നിൽക്കുകയാണ് കുടുംബം. പക്ഷെ എന്തായാലും മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിക്കൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു സംസ്ഥാനത്തുള്ള ഒരു വിഷയമാണ് നടന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി കേരളം ഇടപെടേണ്ടതുണ്ട്. അത് അന്വേഷണം ഈ വിഷയത്തിൽ കാര്യമായി വേണമെന്നുള്ള ഒരു ഉറച്ചൊരു തീരുമാനത്തിൽ തന്നെ മറ്റു കുടുംബാംഗങ്ങളെല്ലാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബം നോക്കുന്നത്, അതിലേക്ക് പോകുന്നത്. അതേസമയം കാര്യമായി തന്നെ ഈ നിമിഷം വരെ കരിങ്കൽ പോലീസ് വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നാണ് കുടുംബം പറയുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ ഈ പറയുന്ന കുടുംബം നൽകിയ പരാതി അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ നൽകിയ പരാതിയിന്മേൽ പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും കുടുംബത്തിൻ്റെ വലിയ ആരോപണമാണ് ഈ നഴ്സിംഗ് സംബന്ധിച്ച ഗുരുതരമായ പിഴവുകൾ അവിടെ കോളേജ് അധികൃതരുടെ വീഴ്ചയാണ് ആരോപിക്കുന്നത്. ഇതനുസരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് സാധ്യത. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.